വേണ്ട. ഇതൊരു എൻ ചാനൽ മോസ്ഫെറ്റാണ്. അതിൻ്റെ ഗേറ്റ്, ഡ്രെയിൻ, സോഴ്സ് വേണ്ട. ഇത് ഡയോഡ IN4007. ഇതും ഡയോഡ അതന്നെ, അതേപോലെ തന്നെ. ഈ ഡയോഡ് ഇങ്ങോട്ട് തിരിച്ചിട്ടേക്കണ്, ഈ ഡയോഡ് ഇങ്ങോട്ട് തിരിച്ചിട്ടേക്കണ്. ഇത് രണ്ടും കണക്ട് ചെയ്തേക്കണ്. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഒരു വോൾട്ട് സപ്ലൈ കൊടുത്തിരിക്കുന്നത്. സപ്ലൈ അത് ഈ ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ടായിട്ട്. അപ്പോൾ ഈ ഓണിൽ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തും. ഈ ലൈറ്റ് കത്തും. ഇവിടെ ടച്ച് ചെയ്താൽ ടച്ച് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ തൊടണം, അപ്പോഴേ ഈ ലൈറ്റ് കത്തണം. അതുമാതിരി ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കെടും. ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഇതായതുകൊണ്ട് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കെടും. ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ പോസിറ്റീവ് തൊട്ട് കഴിഞ്ഞാൽ കത്തും, നെഗറ്റീവ് തൊട്ട് കഴിഞ്ഞാൽ കെടും. അങ്ങനെ സർക്യൂട്ട് ഓൺ ഓഫ് ടച്ച് ലൈറ്റ് ഇത്രയുള്ള ഒരു പൾസ് അനുസരിച്ചിട്ട്. ഇത് രണ്ട് തരം മോസ്ഫെറ്റ് ഉണ്ട്. എൻ ചാനലുണ്ട്, പി ചാനലുണ്ട്. ഇത് എൻ ചാനലാണ്. ഇത് വേറൊരു സർക്യൂട്ട്. ഇതുണ്ട്, വെള്ളം ടാങ്കിൽ നിറയുമ്പോൾ ഇത് വെള്ളം മുകളിൽ ടച്ചാവില്ലേ, ഈ രണ്ട് ലിങ്കിൽ ടച്ചാവും. വേണ്ട, ഈ ലിങ്കിൽ ഇപ്പുറത്തെ ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബസറടിക്കും. ഇതൊരു ബസറാണ്. ബസർ ഇങ്ങനെ പീന്ന് പറഞ്ഞിട്ട് ഈ വെള്ളം ഇങ്ങനെ ഇവിടെ വച്ച് കഴിഞ്ഞ് മോട്ടർ ഓൺ ചെയ്ത് നമ്മൾ ഓൺ ചെയ്തു. അപ്പോൾ ഇത് നിറഞ്ഞ് ഇതിലെ വന്ന് ഇതിൽ തൊടുമ്പോൾ ഈ ബസറടിക്കും. അപ്പോൾ നമ്മളൊന്ന് ഓഫ് ചെയ്യാം. ഇത് രണ്ട് തരത്തിൽ ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ ഒരു ബാറ്ററി മാത്രം വെച്ചിട്ട് ട്രാൻസിസ്റ്ററും ഒരു LED ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ സർക്യൂട്ടുകളൊന്നും വേണ്ട. ഈ സർക്യൂട്ടിൻ്റെ ആവശ്യപ്പെടുന്നുള്ളത് AC നോക്കേണ്ട സർക്യൂട്ട്. ഇത് മോട്ടർ ഓൺ ചെയ്തിട്ട് ഇത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് വെള്ളം നിറയുമ്പോൾ ഒരു ബസറടിക്കും. അല്ലെങ്കിൽ അതിന് പകരം ഈ സർക്യൂട്ട് വെച്ചേക്കുക, ഒരു സ്വിച്ച് ഇതെങ്ങനെ വന്ന് മോട്ടറിലേക്ക് പോയി, ഒരു ന്യൂട്രും മോട്ടറിലേക്ക് പോയി. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മോട്ടർ ഓണാവും. അപ്പോൾ ഇതിൽ ആ സ്വിച്ചിൻ്റെ പോയിന്റിൽ തന്നെ ഇത് കണക്ട് ചെയ്യാം. നെഗറ്റീവിലും പോസിറ്റീവിലും AC ഇത് കണക്ട് ചെയ്യാം. ഇതിവിടെ ഒരു കപ്പാസിറ്റർ 105/400 വോൾട്ടിൻ്റെ ഒരു 4 ഡയോഡാക്കിയിട്ട് ഒരു കപ്പാസിറ്റർ. ഇവിടെ ഒരു 450 ഒരു 220 അല്ലെങ്കിൽ ഒരു 4.7 MF ഒരു കപ്പാസിറ്റർ 450 വോൾട്ട് 400 വോൾട്ടിൻ്റെ. അതിന് കറക്റ്റായിട്ട് ഒരു 1 MEC അല്ലെങ്കിൽ 650K 910K അങ്ങനെ റിസൾട്ട് ഇടാം. ഇത് കണക്ട് ചെയ്യാം. ഇവിടുന്ന് 2 ലിങ്കുകൾ, ഈ ലിങ്കുകൾക്ക് പകരം എന്താണ് ഇങ്ങനെ വയ്ക്കാം. ഈ ഡയോഡിൻ്റെ കൊണ്ട് പോകണമെന്ന് ഒരു റെസിസ്റ്റൻസ് ഇടുക. ഇതിൽ റെസിസ്റ്റൻസ് ഇടുക. ഇവിടുന്ന് ഈ നെഗറ്റീവ് കണ്ട ഈ വരെ ഈ നെഗറ്റീവ് കണ്ട ഇവിടുന്ന് ഒരു ഡയോഡ് വയ്ക്കുക. അപ്പോൾ ഇവിടേക്ക് വോൾട്ടേജ് കൂടുതൽ എന്തായാലും ഈ 3.77 ഡയോഡാണ് ഇതിൽ. ഈ രണ്ട് ഈ ഒരു വര മുകളിലത്തെ വര, ഇത് ചുവട്ടിലത്തെ വര, ഇത് രണ്ടിട്ടും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇത് കൊണ്ടിട്ട് ഒരെണ്ണം ഈ എമിറ്ററിൽ കണക്ട് ചെയ്യുക, ഒരെണ്ണം പോസിറ്റീവ് ഈ ലൈനിൽ കണക്ട് ചെയ്യുക, ഈ വെള്ളം. അപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ ഇതും ഈ സർക്യൂട്ടും കൂടി ഓണാവും. അപ്പോൾ ഇത് വെള്ളം നിറയുമ്പോൾ ഇത് ബോർഡ് ഒരു AC ഉള്ള കാരണം ഇവിടെ തൊട്ട ചെറിയ ഷോക്കുകൾ അടിക്കില്ലേ. ഈ ലിങ്ക് ന്യൂട്രൽ വിട്ടെടുക്കാൻ അവിടേക്ക് ചെറിയ ഷോക്ക്. ഇത് ബോർഡിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കുക, സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ വയ്ക്കുക. ഇത്രയും സർക്യൂട്ടുകൾ ഇത്രയും ചെയ്തിട്ട് അപ്പോൾ ഇത് ഓൺ ചെയ്യുന്നതിനനുസരിച്ച് ബാറ്ററി വേണ്ട. അപ്പോൾ ബാറ്ററിക്ക് പകരം ഇങ്ങനെ ഒരു സപ്ലൈ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇതിനെ പോസിറ്റീവ് ഇങ്ങനെ കൊടുക്കുക, നെഗറ്റീവ് ഇങ്ങനെ കൊടുത്ത് എമിറ്റർ കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടാൽ മതി. ഇത് ഈ സർക്യൂട്ട് അതിൽ കണക്ട് ചെയ്ത് വയ്ക്കുക സ്വിച്ച് ബോർഡിൽ. അപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിൽ വെള്ളം നിറയുമ്പോൾ ഈ ബസ് അടിക്കാൻ തുടങ്ങും. നമുക്കറിയാം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. വെള്ളം നിറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓഫ് ചെയ്യണം. ഓട്ടോമാറ്റിക്കല്ല, ഇത് അറിയാൻ വേണ്ടി വെള്ളം നിറഞ്ഞു എന്ന് അറിയാൻ വേണ്ടി സർക്യൂട്ട് ഓട്ടോമാറ്റിക് വെച്ചാൽ അത് വെള്ളം നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. ഇത് അങ്ങനത്തെ അല്ല. അപ്പോൾ നമ്മളൊന്ന് ഓഫ് ചെയ്യുക. ഈ ബസറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ വന്നിട്ട് ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ബസറിൽ നിന്നു. പിന്നെ വെള്ളം കുറഞ്ഞ് ഇവിടെ എത്തി നമ്മൾ
മോട്ടർ ഓൺ ചെയ്തു. മോട്ടർ ഓൺ ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയ അതൊക്കെ ഒരു വെള്ളം നിറഞ്ഞിങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ബസറിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാം വെള്ളം നിറഞ്ഞത്. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം. അങ്ങനത്തെ ഒരു സർക്യൂട്ട്. പിന്നെ വേറൊരു സർക്യൂട്ട് ആണ് മോട്ടർ ടാങ്കിൽ നിന്ന് കിണറിൽ നിന്ന് വെള്ളം വന്നിങ്ങനെ മോട്ടർ അടിച്ച് ഇതുകൊണ്ട് നിറയുമ്പോൾ ഇത് വേറെ സർക്യൂട്ട് 3.7 വോൾട്ടാണ് ബാറ്ററി ചാർജ് ചെയ്യാനുള്ളത്. ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ഇത് നെഗറ്റീവ്. ഇവിടെ ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ്, ഇവിടെ ഇതിൻ്റെ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. ഈ മോനെയുള്ള പോസിറ്റീവാണത്. എന്നിട്ട് അതിൻ്റെ ഇവിടുന്ന് ഒരു ഡയോഡ് ഇതില്ലോ ബാറ്ററി ചാർജ് കുറവാൻ ചെയ്ത് കത്തും. ഫുള്ളാവുമ്പോൾ ഒരു 5 വോൾട്ട് മീറ്റർ വഴി കൊടുക്കുക. ഫുള്ളാവുമ്പോൾ ഈ പച്ച കത്തും. അങ്ങനെ സർക്യൂട്ട് ചെറിയ സിമ്പിൾ സർക്യൂട്ട്. ഇത് ഇങ്ങനത്തെ ഓട്ടോമാറ്റിക് ഉണ്ട്. ഞാൻ ചെറിയൊരു അറിവിക്ക് വേണ്ടി പറഞ്ഞതെന്ന് മാത്രമാണ്.